എത്തിയിട്ടുണ്ട്. അപ്പം ആ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ എത്തുമ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ പാരൻസ് മീറ്റ് ഉമ്മയാണ് വരാറ്. ഉപ്പ അധികവും പാരൻസ് മീറ്റ് വരാറില്ല. അത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടായിട്ടില്ല. ഉമ്മയാകുമ്പോൾ അത് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുമെന്നുള്ളൊരു ബോധ്യം രണ്ടുപേർക്കും ഉള്ളതുകൊണ്ടാണ്. അപ്പം പാരൻസ് മീറ്റൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ അധ്യാപകർ നമ്മളെ ചീത്ത പറയാൻ റെഡിയായി നിൽക്കുന്നവരുണ്ടാവും. എൻ്റെ പ്രശ്നം മാത്തമാറ്റിക്സ്, ഗണിതം എന്ന വിഷയത്തിൽ എൻ്റെ പ്രയാസം ചെറിയ ക്ലാസ് മുതലേ ഉണ്ട്. 10ാം ക്ലാസ്സിൽ തന്നെ മാത്സ് പഠിപ്പിച്ച ടീച്ചർ ക്ലാസ് ടീച്ചർ കൂടിയാണ്. അപ്പോൾ ടീച്ചർ ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനെ ആദ്യ റൗണ്ട് ചീത്ത പറയും. സ്വാഭാവികമായിട്ടും എന്നാൽ ചീത്ത വലിയൊരു പ്രയാസമായിട്ട് തോന്നിയില്ല. കാരണം എനിക്കറിയില്ലല്ലോ, അറിയാത്തതുകൊണ്ടാണ് ചീത്ത പറയുന്നത്. പക്ഷേ പോകുന്നതിന് മുമ്പേ ഉമ്മ വീട്ടിൽ നിന്ന് തന്നെ ചീത്ത പറഞ്ഞിട്ട് കൊണ്ടുപോകുള്ളൂ. കാരണം സ്കൂളിൽ ചെന്ന് കഴിഞ്ഞ് ചീത്ത എന്തായാലും കേൾക്കും. അതുകൊണ്ട് ഇവിടുന്ന് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്ന് അത് കിട്ടി തിരിച്ച് വീട്ടിലെത്തും അങ്ങോട്ടായോ. അപ്പൊ ആ പ്രോസസ്സ് എങ്ങനെ നടന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഭാഗ്യം കൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ തന്നെ +2 ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഡിഗ്രി കഴിഞ്ഞപ്പം NCC കേഡറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ആർമി മോഹമൊക്കെ ഉണ്ടായി. പലതവണ ശ്രമിച്ചു, ചില കാരണങ്ങൾ കൊണ്ടൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു ടീച്ചർ ആവണം. എന്നെ പരിഗണിക്കാത്ത ടീച്ചറെ പോലെ ആവരുത് എന്നൊരാഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മീനങ്ങാടി സെന്റ് ഗ്രിഗോറിയസ് എന്ന് പറയുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ്സൊക്കെ തുടങ്ങിയതിൻ്റെ ഒരു മാസത്തിന് ശേഷം ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ പഠിച്ച സ്ഥാപനത്തിൽ B.Ed പ്രാക്ടീസിന് വേണ്ടി ചെല്ലുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ പഠിപ്പിച്ച കുറേ അധ്യാപകരാണ് സ്ഥാപനത്തിലുള്ളത്. അവരെന്നെ നന്നായിട്ട് സ്വീകരിച്ചു. സ്റ്റാഫ് റൂമിലൊരു കോർണർ ചെയറൊക്കെ തന്നു, അവിടെ എത്തി. അങ്ങനെ പരിചയപ്പെടുന്നു. കാരണം നമ്മൾ അധ്യാപകനായിട്ട് എത്തുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ടീച്ചർ എന്നെ കൈ എന്നിട്ട് പറഞ്ഞു, മാഷ് ഞാൻ എവിടെ നന്നായിട്ട് കണ്ടിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ നന്നായിട്ട് അറിയാം, എവിടെയാണെന്നൊരു ഓർമ്മ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അയ്യോ, എനിക്കങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് വിശാൽ എന്നാണ്, ടീച്ചർ എന്നെ മാത്സ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചറൊക്കെ കൈ എന്നിട്ട് പറഞ്ഞു, എനിക്ക് അന്നേ അറിയായിരുന്നു നീ നല്ലൊരു അധ്യാപകനാവുന്നത്, അതിൻ്റെ എല്ലാ ക്വാളിറ്റിയും നിനക്കുണ്ട് എന്ന് പറഞ്ഞു. സത്യത്തിൽ ആ ടീച്ചർ എല്ലാ ദിവസവും എന്നെ ചീത്ത പറയുന്ന ടീച്ചറാണ്. അങ്ങനെ ഞാൻ അവിടെ ആ B.Edന്റെ സെൻഡ് ഓഫ് ദിനത്തിൽ ഈ കാര്യം അവരെ അവതരിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പണ്ടൊരു ടീച്ചർ എങ്ങനെയൊക്കെ നമ്മളെ നെഗറ്റീവായിട്ട് ചിന്തിപ്പിക്കാൻ കഴിയുമോ അതൊക്കെ ടീച്ചർ ചിന്തിപ്പിച്ചപ്പോൾ ഞാൻ അന്ന് ടീച്ചറോട് ഒരു ദേഷ്യവും ടീച്ചറോടൊരു വെറുപ്പൊക്കെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ടീച്ചർ അന്ന് പറഞ്ഞ ആ ഒരു ചെറിയ പോയിന്റ് ആയിരുന്നു എന്നെ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ അധ്യാപകനാക്കി നിർത്താൻ കഴിഞ്ഞത് എന്ന് ഞാൻ ആ സദസ്സിനോട് പറഞ്ഞു. ഇതേ മറുപടി തന്നെയാണ് വീട്ടിൽ ഞാൻ ഉമ്മാനോടും പറയാം. പിന്നീടുള്ള പാരൻസ് മീറ്റിൽ ഞാൻ ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ചെറിയ തീരുമാനമാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ആത്മവിശ്വാസം ഉണ്ടാവാൻ വേണ്ടി, ആ വലിയ വൃക്ഷം പടർന്ന് പന്തലിക്കാൻ വേണ്ടി, അതിനെ തറയിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ആദ്യ തീരുമാനമാണ് നിങ്ങളെയൊക്കെ ഈ ഒരു സദസ്സിലേക്ക് എത്തിച്ചത്. അപ്പം ആ തീരുമാനത്തിൻ്റെ യഥാർത്ഥ റിസൾട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ 4, 5, 10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അതുവരെയും ആത്മവിശ്വാസത്തോടെ അവർ താഴ്വേരുകൾ ആഴ്ന്നിറങ്ങട്ടെ എന്ന് ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഇനി ഇത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നമുക്കൊരു